രാജ്യം കണ്ട മഹാദുരന്തത്തിൽ മണ്ണിലാണ്ട് മാഞ്ഞുപോയ 2 ഗ്രാമങ്ങളെ പുനഃസ്ഥാപിക്കുക എന്ന മഹാലക്ഷ്യത്തിലാണ് സംസ്ഥാന സർക്കാർ. ദുരന്തനാൾ മുതൽ എല്ലാം നഷ്ടമായ മനുഷ്യരെ ചേർത്തുപിടിച്ചും ദുരന്തബാധിതർക്ക് പുതിയ ജീവിത സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും റവന്യൂ വകുപ്പ് അഹോരാത്രം പ്രവർത്തിക്കുകയാണ്. ദുരന്തഭൂമിയിലെ ടൗൺഷിപ്പിൽ ഒരുങ്ങുന്നത് 410 വീടുകൾ. നീതുവാണ്. ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയൂ. സാർ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് രക്ഷപ്പെടുത്താം. ചുരൽമല എവിടെയാണ്? ചുരൽമല സ്കൂളിന്റെ അവിടെ. നീതുവിന്റെ ഈ ശബ്ദത്തിലൂടെയാണ് മുണ്ടക്കൈ ചൂരൽമല ഗ്രാമത്തെ എടുത്തെറിഞ്ഞ ദുരന്തത്തെ ലോകം അറിഞ്ഞത്. നീതു ഉൾപ്പെടെ 298 പേരുടെ ജീവൻ പൊരിഞ്ഞ മഹാദുരന്തം. പെയ്തിറങ്ങിയ മഴയും ഒഴുകിയെത്തിയ മലവെള്ളവും പാറക്കൂട്ടവും തകർത്ത മുണ്ടക്കൈ ചൂരൽമല ഗ്രാമത്തെ പുനർനിർമ്മിക്കുകയെന്ന ദുർഘടമായ ദൗത്യമാണ് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തത്. ദുരന്തത്തിൽ ചിതറിത്തെറിച്ച ഗ്രാമത്തെ ചേർത്ത് പിടിച്ചു നടന്ന ദുരന്താനന്തര പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചതും റവന്യൂ വകുപ്പും മുന്നിൽ നിന്ന് നയിച്ചത് സർക്കാരുമാണ്. ദുരിതാശ്വാസ ക്യാമ്പ് ഒരുക്കുന്നത് മുതൽ ദുരിതബാധിതരുടെ പുനരധിവാസം വരെ പൂർത്തിയാക്കേണ്ട വലിയ കടമ്പ. പുനരധിവാസത്തിന് പ്രാഥമിക അന്വേഷണത്തിൽ വയനാട് ജില്ലയിലെ 25 എസ്റ്റേറ്റുകൾ കണ്ടെത്തി. ഇതിൽ അനുയോജ്യമായ 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുത്തു. പുനരധിവാസ നഗരത്തെ സംബന്ധിച്ച വിശദമായ രൂപരേഖയുണ്ടാക്കി. ഓരോ നഗരത്തിലും വീടുകൾ മാത്രമല്ല, അതിനനുബന്ധമായി ഉണ്ടാകേണ്ട സ്കൂളുകൾ, ആശുപത്രികൾ, മാർക്കറ്റുകൾ, അംഗനവാടി, കളിസ്ഥലങ്ങൾ, വായനശാല, റോഡുകൾ തുടങ്ങി എല്ലാം വിഭാവനം ചെയ്തു. ജനുവരി 1 മന്ത്രിസഭാ യോഗം പുനരധിവാസ നഗരത്തിന്റെ സ്കെച്ച് ഉൾപ്പെടെയുള്ള എല്ലാ വിശദാംശങ്ങൾക്കും അംഗീകാരം നൽകി. പിന്നെ ദ്രുതഗതിയിലായിരുന്നു റവന്യൂ വകുപ്പിന്റെ നടപടികൾ. പുനരധിവാസത്തിന്റെ കാര്യത്തിൽ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ജനകീയവും ജനാധിപത്യപരവുമായിട്ടുള്ള ഒരു മര്യാദയാണ് പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഗവൺമെന്റ് കാണിച്ചിട്ടുള്ളത്. 3 ഘട്ടമായി 402 പേരുടെ പട്ടിക പൂർത്തിയാക്കി. മാനദണ്ഡങ്ങൾ മറികടന്ന് ദുരന്തഭൂമിക്ക് ചേർന്നുള്ള എല്ലാവരെയും സഹായിക്കണമെന്ന മനുഷ്യത്വപരമായ സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. 7 സെന്റ് സ്ഥലവും 1000 ചതുരശ്ര അടി വിസ്തീർണവുമുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത്. 2 നില പണിയാനുള്ള തറബലം വീടുകൾക്കുണ്ടാകും. ടൗൺഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കാത്ത ദുരിതബാധിതർക്ക് 15 ലക്ഷം വീതം നഷ്ടപരിഹാരം നൽകി കഴിഞ്ഞു. ഏപ്രിൽ 13 ടൗൺഷിപ്പിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. 107 വീടുകളുടെ നിർമ്മാണത്തിന്റെ പ്രാഥമിക ഘട്ടം ഇപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 2026 മാർച്ചോടെ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകും. ഒരു ദുരന്തത്തിന് മുന്നിലും തലകുനിക്കാൻ കേരളം തയ്യാറാകില്ലെന്ന സന്ദേശമാണ് സർക്കാർ വയനാട് പുനരധിവാസത്തിലൂടെ ലോകത്തിന് കാട്ടി നൽകുന്നത്. ലെസ്ലി ജോൺ, ന്യൂസ് ഡെസ്ക്.